കാൽപന്തിനെ ചങ്കോട് ചേർക്കുന്ന മലയാളിക്ക് ഫുട്ബോൾ വെറുമൊരു കളിയല്ല, വികാരമാണ്. ആ ആവേശം സ്വന്തം വീടിന്റെ ചുമരിലേക്ക് പകർത്തി മാതൃകയാവുകയാണ് കൊടകരയിലെ ഒരു 9ാം ക്ലാസ്സുകാരൻ. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ കനിഷ്കാണ് തന്റെ വീടിന്റെ മുൻവശത്തെ ചുമരിൽ പ്രിയ ടീമായ അർജന്റീനയുടെ ഭീമൻ പതാകയൊരുക്കി ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ കവരുന്നത്. വെറുമൊരു പെയിന്റിംഗ് അല്ല കനിഷ്കിന്റെ ഈ പതാക. 52 A4 പേപ്പർ ഷീറ്റുകൾ കൃത്യതയോടെ കോർത്തിണക്കിയാണ് ഈ കൗമാരക്കാരൻ തന്റെ ഫുട്ബോൾ പ്രണയം ചുമരിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. 13 ഷീറ്റുകൾ വീതം 4 നിരകളായി ക്രമീകരിച്ച് അതിൽ ഓയിൽ പേസ്റ്റിലും ക്രയോണും ഉപയോഗിച്ച് അതീവ മനോഹരമായാണ് അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന പതാകയും അതിനു നടുവിലെ സൂര്യനെയും കനിഷ്ക് വരച്ചു തീർത്തത്. ഫുട്ബോളിൽ മാത്രമല്ല, കളിയിലും കാര്യത്തിലും ഒരുപോലെ മിടുക്കനാണ് ഈ 14-കാരൻ. കഴിഞ്ഞ ജനുവരിയിൽ തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ അവതാരകനായി തിളങ്ങി കനിഷ്ക് നേരത്തെ തന്നെ കയ്യടി നേടിയിട്ടുണ്ട്. കഥ, കവിത, ഉപന്യാസം തുടങ്ങിയ രചനാ മത്സരങ്ങളിൽ ജില്ലാ തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങളും ഈ കൊച്ചുമിടുക്കൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഫുട്ബോളിനോടുള്ള അതേ ആവേശം തന്നെയാണ് കനിഷ്കിന് ക്രിക്കറ്റിനോടും. തൃശൂർ ജില്ലാ അണ്ടർ-14 ക്രിക്കറ്റ് ടീമിലെ സജീവ അംഗം കൂടിയാണ് ഈ ഓൾറൗണ്ടർ. കൊടകര എടയപ്പുറത്ത് ഹരിദാസിന്റെയും കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശീലകൃഷ്ണന്റെയും മകനാണ് കനിഷ്ക്. പ്രിയ ടീമിനോടുള്ള കനിഷ്കിന്റെ ഈ വേറിട്ട സ്നേഹപ്രകടനം ഇപ്പോൾ നാട്ടുകാർക്കിടയിലും ഫുട്ബോൾ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ടാണ് ഇത് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ്. അപ്പോൾ ഇത് ചെയ്ത് 52 A4 ഷീറ്റിലാണ്. ആദ്യം ഇത് പശ വെച്ച് ഒട്ടിച്ചിട്ടെല്ലാം ഓരോ 13 എണ്ണം വെച്ച് 4 റോ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ 52 എണ്ണം ആകെ. അപ്പോൾ ഇത് ഒട്ടിക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇത് ഇങ്ങനെ ഇളകി പശ വെച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ A4 ഷീറ്റിലായതുകൊണ്ട് തന്നെ അതിനേക്കാളും ഇതായിരുന്നു. പിന്നെ നമ്മൾ ഇത് ചായം ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓയിൽ പേസ്റ്റിലായിരുന്നു. ആദ്യം ക്രയോണിലാണ് ചെയ്തത്. അപ്പോൾ ക്രയോണിൽ ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് വര വീഴുന്നു, ആകെ റഫായിട്ടാവണേ. അപ്പോൾ പിന്നീട് ഓയിൽ പേസ്റ്റ് ചെയ്തു.